ഹായ് ഫ്രണ്ട്സ്, അൻവർ ഹിയർ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് അൽ ഖത്തീം മരുഭൂമിയിലേക്കാണ്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ മരുഭൂമിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ഡ്രൈവും അതിനെ തുടർന്ന് ഉണ്ടാകുന്ന സ്റ്റക്കുകളും എങ്ങനെ റിക്കവർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. പ്ലീസ് വാച്ച് ഇറ്റ്. അറേബ്യൻ മരുഭൂമി എന്ന പേര് തന്നെ നിഗൂഢതയെയും ശാലീന പ്രണയത്തെയും ഉളവാക്കുന്നു. ഇത് പലപ്പോഴും ജീവിതമില്ലാത്ത ഒരു തരിശു ഭൂമിയായി ചിത്രീകരിക്കപ്പെടുന്നു. എന്നാൽ ചരിത്രത്തിലുടനീളം യാത്രക്കാരിൽ നിന്നും ഒരു കൗതുകം നിലനിർത്തിയിട്ടുണ്ട്. അലിബാബയും 41 കള്ളന്മാരും, അലാവുദ്ദീനും അത്ഭുത വിളക്കും, ലൈല മജ്നുവും തുടങ്ങിയ അതിശയവും മനോഹരവുമായ അറേബ്യൻ നടോടി കഥകളുടെ മനസ്സിലുറഞ്ഞു പോയ പശ്ചാത്തലമാണ് ഇതിന് ആധാരം. അറേബ്യൻ മരുഭൂമി ശരിക്കും എങ്ങനെയുള്ളതാണ്? യഥാർത്ഥത്തിൽ പുരാണവും മാന്ത്രികവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന അൽ ഖത്തീം മരുഭൂമിയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അബുദാബി സിറ്റിയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ മനോഹരമായ മണൽ തീരങ്ങൾക്കിടയിലൂടെ മരുഭൂമിയിലെ ഡ്രൈവിംഗ് ആസ്വദിക്കാൻ വളരെ പ്രശസ്തമായതുകൊണ്ട് തന്നെ UAE ടൂറിസം മേഖലയിൽ അൽ ഖത്തീം എന്ന പ്രദേശം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു. UAEയിലെ പ്രാദേശിക ടൂർ ഓപ്പറേറ്റർമാർ, അബുദാബിയിൽ നിന്നും ഡെസർട്ട് സഫാരി നടത്തുന്നവർ വ്യത്യസ്തമായ മണൽപ്പരപ്പിലൂടെ വലിയ ഡൂണുകൾക്കിടയിലൂടെയും അതിശയകരവും സാഹസികതയുമായ നിരവധി ട്രാക്കുകൾ സൃഷ്ടിച്ചു. സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച ഈ പ്രദേശം അബുദാബി ടൂറിസം മേഖലയിലെ വികസനത്തിന്റെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളെ അൽ ഖത്തീം മരുഭൂമിയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു സെൽഫ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതും, അതിൻ്റെ 4 വീൽ എങ്ങനെ, അതിൻ്റെ സ്റ്റക്കായി കഴിഞ്ഞ് ഇടുന്ന ക്രൂൾ കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ട്രാഷ് കൺട്രോളുള്ള വണ്ടികളാണെങ്കിൽ ട്രാഷ് കൺട്രോൾ ഓഫ് ചെയ്യാം. ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യെല്ലോ 2 ലൈറ്റ് കാണാം. അപ്പോൾ അത് ഓഫായി എന്നാണ് അർത്ഥം. അത് കഴിഞ്ഞ് 4x4 ഇടാം. 4x4 നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്രീൻ ലൈറ്റ് കാണാം. അപ്പോൾ 4x4 ഓണായി നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗിയർ സെക്കൻഡും ഫസ്റ്റുമാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി തനിച്ചാണ് ഡ്രൈവ് ചെയ്യാൻ വരുന്നതെങ്കിൽ എൻ്റെ വണ്ടി FJ ക്രൂസറാണ്. അതിൽ ഒരു ക്രൂൾ കൺട്രോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ തനിച്ച് പോകുമ്പോൾ നിങ്ങൾ സ്റ്റക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് റിക്കവർ ചെയ്യാം. L4ലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ മേളിൽ ഒരു ഓൺ ഓഫ് എന്നുള്ളൊരു ബട്ടൺ കാണാം. അതിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റെഡ് ലൈറ്റ് ഡാഷ്ബോർഡിൽ കാണാം. നിങ്ങൾക്ക് മീഡിയം വേണോ ലോ വേണമെങ്കിൽ അത് അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് നിങ്ങൾ എല്ലാ ലെഗ് ഫ്രീ ആക്കിയിട്ട് ജസ്റ്റ് സ്റ്റിയറിംഗ് മാത്രം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഇങ്ങനെ റിക്കവർ ചെയ്ത് വരും. ഓക്കെ, അങ്ങനെ നമ്മൾ അടിപൊളി സ്റ്റക്കായി. എന്ന് സംബന്ധിച്ചല്ലേ നമ്മൾ ഇന്നത്തെ ഈ 2 മനസ്സായിട്ട് നമ്മൾ ഈ ഡ്യൂൺസ് കയറാതിരിക്കുക. ഞാൻ അവിടുന്ന് കയറുമ്പോഴേ വിചാരിച്ചത് എന്താ പറയുക, നമുക്കത് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സ്റ്റക്കായി, ഒരു ഫ്ലാറ്റിൽ ഞങ്ങൾ സ്റ്റക്കായി. ഇതിന് ക്രൂൾ കൺട്രോൾ വഴി ഞങ്ങൾ റിക്കവർ ചെയ്ത്. ഇതിപ്പോൾ 2ാമത്തെ സ്റ്റക്ക്. ഇനി അടുത്ത സ്റ്റക്കാണ് ബ്ലേഡിൽ സ്റ്റക്കാവും. ഈ ബ്ലേഡിൽ സ്റ്റക്കാവും. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാം. 4ാമത്തെ വെച്ചാൽ സൈഡ് വേ. ഈ സൈഡ് വേയിൽ സ്റ്റക്കാവുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് ഡേഞ്ചറാണ്. അത് വളരെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ കൂടുതൽ അതിൻ്റെ മേലെ റേസ് കളിക്കാതെ പുറത്തൊക്കെ ഇറങ്ങി വന്ന് വണ്ടിയുടെ പൊസിഷനൊക്കെ നോക്കി നമ്മളെ കൂടെയുള്ള വണ്ടിയോട് പറഞ്ഞ് അത് റോപ്പ് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാം. അപ്പോൾ
ഈ സ്റ്റക്ക് എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിയിട്ടുണ്ട്. ഓക്കെ, വാച്ച് ഇറ്റ്. നമ്മളിപ്പോൾ സ്റ്റക്ക് നല്ല കാറ്റാണെന്ന്, അപ്പോൾ സ്റ്റക്ക് ആയത് കണ്ടില്ലേ, നല്ല ബോഡി കംപ്ലീറ്റ് ടച്ചായി കിടക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് മണൽ നമുക്ക് മാറ്റം നല്ലതാണ്. അപ്പോൾ ഷേവലെടുത്തിട്ട് നമുക്ക് കുറച്ച് മണൽ മാറ്റാം. മണൽ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിക്കവർ ഈസി ആയിട്ട് ഒന്നുകൂടി ഈസി ആയിട്ട് റിക്കവർ ചെയ്യാം. ഉണ്ടാകും, മനസ്സിലായി? ഒന്ന് റിക്കവർ ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അധികം വലിയ രീതിയിലുള്ളൊരു പുള്ളൗട്ട് വേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി നമ്മൾ കൂടെ ഡ്രൈവ് ചെയ്യുന്ന വണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ വെച്ചാൽ വലിയ ഡ്രോപ്പ് ആയതുകൊണ്ട് താഴെ നിന്നും ഫ്രണ്ട് വലിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡ്രോപ്പ് ഇറക്കി. അപ്പോൾ എങ്ങനെ അത് വലിക്കണം? പിന്നെ ഒരു വാക്കി ടോക്കിയുടെ നിർബന്ധമാണ്. വാക്കി ടോക്കി എല്ലാവരും കയ്യിലുണ്ടാവണം. ഇത് നമ്മൾ റേഞ്ച് അനുസരിച്ച് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ കിട്ടും. ഇത് സേഫ്റ്റി, ചില ഏരിയയിൽ നമുക്ക് സിഗ്നൽ കിട്ടില്ല. അപ്പോൾ ഇത് നിർബന്ധമാണ്, ഇത് കൈ വെക്കാൻ മറക്കണ്ട. അപ്പോൾ ഇക്കുജ നമ്മൾ ഡിഷൊക്കെ എങ്ങനെ ഇടുന്നത് അപ്പോൾ കാട്ടി കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത് ലോക്ക് മാക്സിമം ലോക്കായി മേക്ക് ഷുവർ ചെയ്യാം നമ്മൾ. എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഇതിങ്ങനെ തെറിച്ച് പോകാനൊക്കെ തന്നെ. അപ്പോൾ ഇത് ലോക്ക് ചെയ്യാൻ നന്നായി ശ്രദ്ധിക്കാം. നമ്മൾ ഈ ക്ലാമ്പ് ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫുൾ ടൈറ്റ് നമുക്ക് കൊടുക്കാൻ പാടില്ല. എന്നുവെച്ചാൽ ഹാഫ് കൊടുത്തിട്ട് നമ്മളിത് ഉറപ്പ് വരുത്തത് ടൈറ്റ് ആയിട്ടോ എന്നുവെച്ചാൽ ഇത് ഫുള്ള് ചെയ്യുമ്പോൾ എന്ന് വെച്ചത് ഇത് വിടാതിരിക്കാനുള്ളൊരു ഇത് ചെയ്യാം നമ്മൾ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് തെറിച്ച് അപ്പുറത്തെ വണ്ടിക്ക് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. സേഫ്റ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈസി ആയിട്ട് സ്റ്റക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിൾ സ്റ്റക്കായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, സേഫ്റ്റി വെരി ഇമ്പോർട്ടൻറ്റ്. എന്നുവെച്ചാൽ നമ്മൾ പുൾ ഔട്ട് ചെയ്യുമ്പോൾ പരിസരത്ത് ആരും നിർത്താതിരിക്കുക. ഈവൻ നമ്മളെ കൂടെ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ ഇൻഫോർമേഷൻ ആയിട്ടുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഞങ്ങളുടെ വീഡിയോക്കായി കാത്തിരിക്കുക. സൈനിങ് ഓഫ് അൻവേഴ്സ് ഈക്ക്.